ഹായ് ഫ്രണ്ട്സ്, വളരെ വ്യത്യസ്തത നിറഞ്ഞ ആളുകളെ പരിചയപ്പെടാൻ പറ്റുന്നതും വളരെ വ്യത്യസ്തമായ സ്ഥലത്ത് വരാൻ പറ്റുന്നതും ഒക്കെ ജീവിതത്തിൽ വളരെ റെയറായിട്ട് കിട്ടുന്ന അനുഭവമാണ്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കോട്ടയം പാമ്പാടിക്കടുത്ത് കോത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് വെറും ഒരു സ്ഥലമല്ല, ഇവിടെ കോത്തലയിൽ ഒരു വനമുണ്ട്. അത് വെറും വനമല്ല, ഒരു ആയുർവേദ വനമാണ്. കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഒരുപാട് ആയുർവേദ മരങ്ങൾ കൊണ്ട് നിബിഡമായ ഒരു സ്ഥലമാണ്. ഇത് പരിപാലിക്കുന്നതും വെച്ചു പിടിപ്പിച്ചിരിക്കുന്നതും വളരെ വ്യത്യസ്തനായ ഒരു അധ്യാപകനാണ് ജയകുമാർ സാർ. സാറിൻ്റെ ഡീറ്റെയിലേക്കൊക്കെ നമുക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് സാറിൻ്റെ ഒരു ലൈഫിലും ഞാൻ കേട്ടെടുത്ത് ഭയങ്കര വ്യത്യസ്തനാണ്. ജേർണലിസം, LLB, പിന്നെ അധ്യാപനം, ഈ കൃഷി, കാട് വളർത്തൽ, വളരെ മനോഹരമായൊരു കാവ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഒരുപാട് വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കാഴ്ചകളും നിങ്ങളെ നേരിട്ട് കൊണ്ടുപോയി കാണിക്കാം. ഓക്കെ. ഞാൻ ഇപ്പം സ്കൂളിൽ അധ്യാപകനാണ്. ഒരു 30 വർഷം മുമ്പ് ദീപികയിൽ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ കയറി. പിന്നെ ശരിക്കും പറഞ്ഞാൽ LLB ഒക്കെ കഴിഞ്ഞതാണ്. പക്ഷേ എനിക്ക് ആരെങ്കിലും ചോദിച്ചാൽ കൃഷിക്കാരൻ എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഈ കൃഷി ചെയ്യുമ്പോൾ നമുക്കൊരു മനോസുഖമുണ്ട്. വെക്കുന്ന ചെടികൾ വളർന്ന് പൂത്ത് കായ്ച്ചു വരുന്ന കാണാനായിട്ട് ഉള്ളൊരു മാനസിക സുഖം. പിന്നെ ജീവി വളർത്താണ് അടുത്തൊരു ഇത്. ഈ ജീവിയാണെങ്കിലും കുഞ്ഞിലെ തൊട്ട് വളർത്തിക്കൊണ്ട് വരുമ്പോൾ അതിന് നമ്മളോടുള്ളൊരു സ്നേഹം, നമ്മുടെ സ്മെല്ല് പോലും തിരിച്ചറിയാം ഏത് ജീവിക്കും. നമ്മുടെ ഒച്ച, അതൊക്കെ ഭയങ്കര. എൻ്റെ കുതിരയും ആടും പട്ടിയൊക്കെ നമ്മുടെ വണ്ടിയുടെ സൗണ്ട് തിരിച്ചറിഞ്ഞിട്ട് വഴിയിൽ വരുമ്പോൾ തന്നെ എന്നെ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് പലരും ചോദിക്കും, ഇങ്ങനെ എന്തിനാ ഇതെല്ലാം? സാമ്പത്തിക ലാഭമല്ല, അതിനപ്പുറത്തോട്ട് മാനസിക സുഖമാണ്. ഇത് അർബുദനാശിനി, ജടായു പച്ച എന്നും പറയും. ഇതിൻ്റെ പൂവ് രാവിലെ ഇങ്ങനെ, ഇതിൻ്റെ അകത്ത് വെള്ളപ്പൂവ് അത് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ ഇല ഇങ്ങനെ വന്ന് മൂടും, ഇങ്ങനെ വാല് പോലെ. ഇത് സമൂലം കഴിക്കുക എന്നുള്ളതാണ് അർബുദത്തിന് നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് കഴിച്ച മരുന്ന് ഈ അർബുദനാശിനി എന്ന് പറയുന്നത്. ഇതിപ്പം പലയിടത്തായിട്ട് ഉണ്ട്. നേരത്തെ ഇതെനിക്ക് കിട്ടിയത് രായിരത്ത് എന്ന് പറയുന്ന തൃശ്ശൂർ അവിടുത്തെ ആയുർവേദ ഇതിൽ നിന്ന് പോയി ഞാൻ കളക്ട് ചെയ്തതാണ് ഈ അർബുദനാശിനി. എൻ്റെ ഇവിടുന്ന് തന്നെ ഒരുപാട് പേര് കൊണ്ടുപോയിട്ടുണ്ട്. കുളവി പോലുള്ള ജീവികൾ കുത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുന്നത്, ആസിഡിക്കായിട്ടുള്ള ഇതാണ് ശരീരത്തിലേക്ക് കയറുന്നത്. അതിനെ പ്രതിരോധിക്കാനായിട്ട് ഇതിൻ്റെ ഇല അരച്ച് കെട്ടിയ ഭാഗത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നീര് മാറും. ഇത് ഞാനിങ്ങനെ ഇതിനകത്ത് അന്വേഷിച്ചപ്പോൾ ഇത് ഈ നമ്മുടെ പണ്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന കനകാമ്പരം എന്ന് പറയുന്നൊരു ചെടിയുടെ വർക്കത്തിൽപ്പെട്ടതെന്ന് പറഞ്ഞു. ഇത് നരമ്പോടൽ എന്നാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് ന്യൂറോ സംബന്ധമായിട്ടുള്ള ഇതിന് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നതാണ് ഞരമ്പോടൽ. ചതവിന് ഏറ്റവും നല്ലതാണ്. ഇതിൻ്റെ ഇലയും ചതുരമുല്ലയുടെ ഇലയും കൂടെ അരച്ചിടുകയും അതുപോലെ ഇത് വെച്ച് കഞ്ഞി വെച്ച് കുടിക്കുന്ന കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഞരമ്പോടൽ എന്ന് പറയുന്നത് ഇല മൂത്ത് കഴിയുമ്പോൾ നല്ല കട്ടിയാണ്, ഒരു വള്ളിച്ചെടി പോലെയാണ്. പക്ഷെ കട്ടിയായിട്ട് ഒത്തിരി വള്ളിയായിട്ട് പോകത്തില്ലെന്ന കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്ന ഇത് ഇസ്രായേൽ പനയാണ്. നമ്മുടെ നാട്ടിൽ കള്ള് ചെത്തിയെടുക്കുന്ന അതേ ചുണ്ടപ്പനയുടെ തന്നെ ഇസ്രായേൽ ഹൈബ്രിഡ്, ചെറിയ കൈപ്പൊക്കത്തിൽ ഇതുപോലെ കുലച്ച് നിൽക്കും. നമുക്ക് നിലത്ത് നിന്നുകൊണ്ട് ചെത്തിയെടുക്കാം. ഇതിൻ്റെ കള്ള് കൊണ്ട് പാനിയൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത് അതിന് ഔഷധ ഗുണമുണ്ടെന്നാണ് പറയുന്നത്. പനങ്കൽക്കണ്ടം പോലെയുള്ള കരിമ്പനയുടെ ഇതുപോലെ തന്നെ ഇതിൻ്റെ കള്ളിന് ഔഷധ ഗുണമുണ്ടെന്ന് പറയുന്നു. നമുക്ക് ട്രക്ക എന്ന് പറയുന്ന ഒരു മരമാണ്. ഇതുപോലെ വിദേശ സാധനമാണെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി. ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് അറിയത്തില്ല. തടിയപ്പ് ഇത്രയായിട്ട് നല്ല വളർച്ചയാണ്. 3 വർഷം കൊണ്ട് ഇത്രയും വലിപ്പം വെച്ചു. തേക്കുമായിട്ട് ഏതാണ്ട് സാമ്യമൊക്കെ ഉണ്ട്. ഒരു തണ്ടിൽ കായ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ കാ കുഴിച്ചിട്ടാൽ കിളുക്കുന്നൊന്നുമില്ല. അതാണ് ഇതിപ്പം നമുക്ക് വളർച്ച എന്തുമാത്രം വരുമെന്നോ ഒന്നും അറിയത്തില്ല. തടി എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. വിദേശ സസ്യമായിട്ട് കിട്ടിയതുകൊണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ ചുമ്മാ വെച്ചതാണ്. ഇത് ആയുർവേദത്തിലെ അയ്യപ്പാന എന്ന് പറയുന്ന അയ്യപ്പാന. ഇതിൻ്റെ ഒരുപാട് പേര് വന്ന് കൊണ്ടുപോകാറുണ്ട്. പിന്നെ അയ്യപ്പാന സാധാരണ ആയുർവേദ ചികിത്സകരുടെ എല്ലാം കയ്യിൽ ഉള്ള മരുന്ന്.
സാധാരണ ഇവിടെ ഒന്നും ഇല്ല. ഇതിൽ കൊത്തുപണി ചെയ്യുന്ന വിഗ്രഹങ്ങൾ കൊത്താനായിട്ട് നമ്മുടെ പത്മനാഭപുരം അമ്പലത്തിൽ അതിൻ്റെ തടിയിൽ കൊത്തി വെച്ചിരിക്കുന്നു എന്നാണ്. ഇത് രണ്ട് മരം ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 4-5 വർഷമായിട്ട് ഉള്ള വളർച്ച എത്രയും. ഇത് ചിറ്റരത്ത, നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ വെക്കുന്ന രാസ്നാദിപ്പൊടി. പിന്നെ മുറുക്കാൻ്റെ കൂട്ടത്തിൽ ഒരു എരിവിന് വേണ്ടിയിട്ട് ധരിച്ച് കിട്ടാറുണ്ട്. ഇത് ഇലഞ്ഞി, നമ്മുടെ സാധാരണ പൂവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇലഞ്ഞിത്തൊലിയും കൊണ്ട് ആയുർവേദത്തിൽ ഒരുപാട് മരുന്നുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇലഞ്ഞി നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ മുഴുവനായിട്ടത് ഇലഞ്ഞി മാല പിള്ളേർക്കൊക്കെ തലയിൽ ചൂടാനുള്ള പൂവിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ആയുർവേദ വാല്യുള്ള മരം. ഇത് മരോട്ടി. അത് ശരിക്കും പറഞ്ഞാൽ ഓർഗാനിക് പെസ്റ്റിസൈഡ്സിൽ ഏറ്റവും ഇതായിട്ടുള്ളതാണ്. പണ്ട് നമ്മുടെ തെങ്ങിനൊക്കെ മരോട്ടി പിണ്ണാക്കും മരോട്ടി എണ്ണയും ഒക്കെ ഉണ്ടാക്കുന്നു. പിന്നെ നമ്മുടെ പഴയ കാലത്ത് ചിരാത് ഉണ്ടാക്കുന്നത് ഈ മരോട്ടിയുടെ കാ പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ചായിരുന്നു പണ്ടൊക്കെ വിളക്ക് തിരി തെളിച്ചിട്ടുണ്ട്. ചിരാതിൻ്റെ അത് മരോട്ടിക്കായുടെ തൊണ്ടായിരുന്നു. ഇപ്പോഴും മരോട്ടി പിണ്ണാക്കും മരോട്ടി എണ്ണയൊക്കെ കിട്ടാനുണ്ട്. പക്ഷെ ആരും അങ്ങനെ വെച്ച് പിടിപ്പിക്കാറില്ല. ഇത് താന്നിയാണ്, താന്നിമരം, താന്നിക്ക എടുക്കുന്ന സാധനം. ഞാനിതെല്ലാം കൂടെ ഒരുമിച്ച് അടുപ്പിച്ചങ്ങ് വെച്ചതാണ്. കാരണം ഒരുപാട് ഏറിയാൽ പോകാതിരിക്കുകയും ചെയ്യും. ഒരു കാവ് പോലെ ഉണ്ടാക്കാനായിട്ട് താന്നി. അതുപോലെ തന്നെ അത് കടുക്കയാണ്, കടുക്കമരമാണ് നിൽക്കുന്നത്. കടുക്കമരവും താന്നിമരവും മരോട്ടിയും ഇളഞ്ഞി എല്ലാം കൂടെ അടുപ്പിച്ച് വെച്ചിരിക്കുക. ഇതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ഈ പൊക്കമുള്ളത് നാഗമരം. ഇത് ഈ കാണുന്നത്. ഇത് പിന്നെ നമ്മുടെ സാധാരണ നാട്ടിൻപുറങ്ങളിൽ എപ്പോഴും ഉണ്ടായിരുന്ന, പണ്ടൊക്കെ പിള്ളേർ എൻ്റെ വെട്ടിപ്പഴം പറിച്ചുകൊണ്ടിരുന്ന വെട്ടിയാണ്. അപ്പം അതിൻ്റെ സീസണില്ലാത്ത കൊണ്ടാണ് വെട്ടി. ഈ നിൽക്കുന്നത് കരിമരമാണ്, കരിമരം നിൽക്കുന്നത് കരിമരം. ഇത് ആലിൻ്റെ അകത്ത് ഒരു വർഗം എന്നുള്ളതേ ഉള്ളൂ, ഫൈക്കസിൽപ്പെട്ടത്. ഇത് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ സൊറിയാസിന് ഉപയോഗിക്കുന്ന ദന്തപാലയാണ്. ദന്തപാല കുറേ മരങ്ങൾ ഇവിടെ എല്ലാം ഉണ്ട്. ദന്തപാല ഇത് പല്ലിന് വേദന ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇല പതുക്കെ കടിച്ചു പിടിച്ചാൽ മതി. പിന്നെ സൊറിയാസിന് എണ്ണയ്ക്കകത്ത് വെയിലത്ത് വെച്ച് വേണം അതിൻ്റെ, അത് നമ്മൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇതിൻ്റെ ഇല പറിച്ച് ഇട്ടിട്ട് അത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ കളറിലേക്ക് എണ്ണ മാറും. ഒരു റെഡിഷ് ഗോൾഡൻ കളർ വരുമ്പം ആ എണ്ണ എടുത്ത് തേച്ച് കഴിഞ്ഞാൽ സൊറിയാസിൻ്റെ സ്കിൻ ഡിസീസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ദന്തപാല. ഇത് പലകപ്പയ്യാനി എന്ന് പറയുന്ന സാധനമാണ്. ഇതിൻ്റെ കായൊക്കെ വലിയ വാള് പോലെ വളരെ പഴയ പറമ്പുകളിലൊക്കെ ഉണ്ട്. ഇപ്പം പക്ഷേ അതിൻ്റെ തൊലി എടുക്കണമെങ്കിൽ തപ്പി നടക്കുക, ആൾക്കാർക്ക് കിട്ടത്തില്ല. അത് പാതിരിയാണ്, പാതിരി, പലകപ്പയ്യാനി. ഇത് അമ്പഴം, കാട്ടമ്പഴമാണ്. പിന്നെ ഒരു ഏഴിലമ്പാലയുടെ തൈ ചുമ്മാ വെച്ചിട്ടുണ്ട്, ഒരു പാലയം വരത്തൈ എന്നുള്ളത്. ഇത് കുമ്പിളെന്ന് പറയുന്ന സാധനമാണ്, ആ വലിയ മരം വേണ്ടി പോയിരിക്കുന്നത് കുമ്പിള്. എല്ലാം കൂടെ ഞാൻ ചേർത്തങ്ങ് അടുപ്പിച്ച് വെച്ചതാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് അതിരും വഴിയെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാവുണ്ടാക്കാനായിട്ടുള്ള ഒരു ചെറിയ ശ്രമമാണ്. അപ്പം പാതിരി, പയ്യാനി, ഇത് കുമ്പിള്, പിന്നെ മരോട്ടി, ഇലഞ്ഞി, കടുക്ക, താന്നി, പിന്നെ ദന്തപാല, രക്തചന്ദനത്തിൻ്റെ തൈ, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച്. ഇത് തിപ്പിലിയാണ്. ഇതിൻ്റെ ഈ പൂവിന് ഭയങ്കര എരിവാണ്. കാട്ടുതിപ്പിലിയും ഈ തിപ്പിലിയും രണ്ടാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം തിപ്പിലി ഉപയോഗിക്കുന്നത് ഈ കുരുമുളക് ചെടി ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാനായിട്ടാണ്. കാരണം ഇതിൻ്റെ വേര് ഇങ്ങനെ കൂടുതലായിട്ടുണ്ട്. അത് തന്നെയല്ല, അത് അന്തരീക്ഷത്തിൽ നിന്ന് എന്താ പറയുന്നത്, സപ്പോർട്ടിങ് റൂട്ട്സ് ഉള്ളൊരു സസ്യമാണ്. അപ്പം തിപ്പിലിയുടെ ഏറ്റവും വലിയ പ്രയോജനം എന്നാന്ന് വെച്ചാൽ ദ്രുതവാട്ടത്തെ പ്രതിരോധിക്കുന്നുണ്ട് കുരുമുളക്. അപ്പം ഈ തിപ്പിലിയിലാണ് മുഴുവൻ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. കാട്ടുതിപ്പിലിയുടെ പറമ്പുകളിൽ നിന്നൊക്കെ എടുക്കുന്ന അതിൻ്റെയാണ് ഏറ്റവും കൂടുതൽ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പൂവിനും എരിവും എല്ലാം ഉണ്ട്. ഇത് നമ്മൾ ഈ സ്ഥലം എടുത്തപ്പം മുഴുവൻ റബ്ബർ തോട്ടമായിരുന്നു. റബ്ബർ തോട്ടം മുഴുവൻ കളഞ്ഞിട്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുക. ഒരു 101 പ്ലാവ് നിൽപ്പുണ്ട്. 101 പ്ലാവിൻ്റെ അകത്ത് നാടൻ പ്ലാവുകളാണ് ഈ ഇടത്ത് സൈഡിൽ കാണുന്നത് മുഴുവൻ. അത്യാവശ്യം എല്ലാം തന്നെ കായ്ക്കുന്നുണ്ട്. പിന്നെ കിട്ടാവുന്ന മുഴുവൻ സസ്യങ്ങൾ, ഇത് പിസ്ത മരമായി നിൽക്കുന്നത്. പിസ്ത ഉണ്ട്, പീനട്ടുണ്ട്, പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ ഇത് രുദ്രാക്ഷമരമാണ്. രുദ്രാക്ഷമരമുണ്ട്. പിന്നെ നിൽക്കുന്നത് നമ്മുടെ ഊതുമരമാണ്, ഈ അത്തറുണ്ടാക്കുന്നത്. ഇങ്ങനെ വെക്കാവുന്ന മാക്സിമം. പിന്നെ അത് നിൽക്കുന്നത് കാട്ടുജാതിയാണ്. കാട്ടുജാതി വേറൊന്നുമല്ല, നമ്മുടെ സാധാരണ ജാതി ബഡ് ചെയ്യാനായിട്ട് അതിൻ്റെ സ്റ്റോക്ക്
അതിൻ്റെ റൂട്ട് സിസ്റ്റം നല്ലതായതുകൊണ്ട് അവത്തല്ല നമ്മുടെ ജാതിയൊക്കെ ബഡ് ചെയ്ത് വെക്കുന്നത്. ഇത് മുന്തിരിപ്പേരയാണ്. ഇതിപ്പോൾ സീസണല്ല, എന്നിട്ട് കായ്ച്ചിരിക്കുന്നുള്ളത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മാക്സിമം വലിപ്പം, ഇത്രയേ ഉള്ളൂ മുന്തിരിങ്ങയുടെ വലിപ്പമേ ഉള്ളൂ. പക്ഷെ ബഞ്ചായിട്ട് കൊലയായിട്ട് 1000 കായല്ല. ഇവിടുത്തെ പക്ഷികൾക്കൊക്കെ വയറ് നിറയും. പിന്നെ ഉണ്ടാകുമ്പോൾ തൊട്ട് വാവലും പച്ചില കൊടുക്കുകയും പക്ഷികളാണ് ഇത് മുഴുവൻ തിന്നുന്നത്. പിന്നെ കഴിവുള്ളിടത്തോളം ഇങ്ങനെ ചെമ്പരത്തി അതൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. രാവിലെ എല്ലാം കുരുവിയും എല്ലായിട്ട് നിറഞ്ഞിരിക്കും. അത്തി, ഇത്തി, ഇത് നമ്മുടെ കറവേങ്ങയാണ്. അത് ഞാൻ കളയാതെ വെച്ചിരിക്കുന്നതാണ്. ഇപ്പം കറവേങ്ങ ഒന്നും സാധാരണയായിട്ടില്ല. ഇത് ഓരോരോ മരങ്ങളാണ്. മാൽപ്പാമരത്തിൻ്റെ അകത്തെ മരങ്ങൾ ഇങ്ങനെ ബോർഡർ തീർത്ത് വെച്ചിരിക്കുക. അത് പിന്നെ ഒരു അബിയു എന്ന് പറയുന്ന പഴം ഉണ്ടാകുന്ന ഇതാണ്. നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അബിയു മരം. ഇങ്ങനെ ഓരോന്ന്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നത് നല്ല വെയിലത്ത് ഇതിൻ്റെ അകത്ത് കയറുന്നാൽ മതി. 12 മണിക്കും ഇതേ കാലാവസ്ഥ തന്നെയാണ്. പിന്നെ അതിൻ്റേതായിട്ടുള്ളൊരു സുഖമുണ്ട്. ഏറ്റവും വലിയ ശല്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ തൈകൾ വെച്ച് കഴിഞ്ഞാൽ അത് മുഴുവൻ കാട്ടുപന്നി മുഴുവൻ കുത്തിയെടുത്ത് കളയും. ഇങ്ങനെ മൊത്തം അങ്ങേറ്റം വരെയും ഇതുപോലെ തന്നെ വെച്ചിരിക്കുക. എനിക്ക് തോന്നുന്നു ഞാനൊരു 10-26 കൊല്ലമായിട്ട് ഡയബറ്റിക് ആണെങ്കിൽ പോലും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ദൈവം ഇങ്ങനെ നമ്മളെ ഇതൊക്കെ ചെയ്യാനുള്ളൊരു ആരോഗ്യമെങ്കിലും തരുന്നതെന്നുള്ളൊരു തോന്നലുണ്ട്. പിന്നെ നമ്മുടെ ബാക്കി ഫ്രീ ടൈം എന്ന് പറയുന്നത് നമുക്ക് വെറുതെ ഇരിക്കാനായിട്ട് സമയം കിട്ടത്തില്ല. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചെടിക്ക് എന്നതെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അതിന് വളമിടുക എന്ന് പറഞ്ഞാൽ എൻ്റെ കുതിരയുടെയും ആടിൻ്റെയും പിന്നെ പക്ഷികളുടെ കാഷ്ടമുണ്ട്, പശുവിൻ്റെ ചാണകമുണ്ട്. ഞാൻ ജൈവവളം മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്ന് കരുതി ജൈവവളം കൊണ്ട് എല്ലാവരും പറയുന്ന പോലെ പറ്റത്തുമില്ല. ഞാൻ ഏലം കൃഷി ചെയ്ത് നോക്കി. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഇല്ലാതെ ഏലം രക്ഷപ്പെടത്തില്ല. നമ്മൾ അനുഭവം കൊണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്താ പറയുന്നത്, കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ ഈ ചെടികളുടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് സുഖമാണ്. പിന്നെ എത്ര ക്ഷീണമുണ്ടെങ്കിലും നല്ല നട്ടുച്ചയ്ക്ക് കയറി അതിൻ്റെ അകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കുമ്പോൾ നല്ല ഫ്രീ എയർ, ഓക്സിജൻ കിട്ടുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഫീല്. അതാണ് എന്നെ ഇതിന് കൂടുതൽ പ്രേരിപ്പിക്കുന്നത്. വനത്തിൽ പോയിരിക്കുമ്പോൾ കിട്ടുന്ന അതേ സുഖം ഭാവിയിൽ നമ്മുടെ പറമ്പിൽ നിന്നും കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്താൽ ഇങ്ങനെ അങ്ങ് ചെയ്യുന്നു. പിന്നെ എൻ്റെ വൈഫും ഞാനും ഒരേ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. വൈഫ് ഇപ്പോൾ അവിടുത്തെ ഹെഡ് മിസ്ട്രസ്സാണ്. മക്കൾ 2 പേര്. മൂത്തത് മകന്, അവൻ MSc ഒക്കെ കഴിഞ്ഞിട്ട് B.Ed ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. ടീച്ചിങ്ങാണ് പിള്ളേർക്ക് 2 പേർക്കും താല്പര്യം. രണ്ടാമത്തെ പെൺകുട്ടിയാണ്. അവൾ MSc സൈക്കോളജി ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ജോലിക്ക് ശ്രമിക്കുന്നു. ഞങ്ങൾ 4 പേരടങ്ങുന്ന പെരയ്ക്കകത്തും പെരയ്ക്ക് ഓർത്തൊരു 10-20 പേര് അടങ്ങുന്ന ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ പോകുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു സോ മച്ച്.